ഹൃദയം പൊട്ടിയ വാക്കുകളുമായി നമ്മുടെ സുലു ടോക്സ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതല്ലേ ആ സഹോദരിയെ, സുലു ടോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ ചെയ്യുന്നതാണ്. ചില നന്മമരമെന്നും പറയാം ആ വീഡിയോയിൽ കൂടിയിട്ട് നമ്മൾക്ക്. ഓക്കെ, അതിരിക്കട്ടെ. അവരിത് ദാമ്പത്യ ജീവിതത്തിൽ ചില പിള്ളലുകൾ സംഭവിച്ചിരിക്കുകയാണ്. അവർ വേർപിരിഞ്ഞു. ഭാര്യയും ഭർത്താക്കന്മാരും വേർപിരിഞ്ഞു. അവർ സെപ്പറേറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ആ വീഡിയോൻ്റെ ചില വാക്കുകളിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഒരുപാട് പേര് കുറേ ദിവസങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഏതായാലും പറയാം എന്ന് വിചാരിച്ചു. താല്പര്യത്തോടെ ഇഷ്ടത്തോടെ പറയുന്നൊരു കാര്യമൊന്നുമല്ല, അത്രയും ഗതികെട്ടതുകൊണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് പറയുന്നൊരു കാര്യമാണ്. അതായത് എൻ്റെ ഹസ്ബൻഡിനെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് രണ്ടു പേരും കൂടെ റീച്ചിന് വേണ്ടി കളിക്കുന്നൊരു നാടകമാണോ? ആളെവിടെ? ആൾ നാട് വിട്ടോ? ആൾ വേറെ പെണ്ണ് കെട്ടിയോ? ആളെ ഞാൻ ചതിച്ചിട്ട് വന്നതാണോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതന്നെയാണ് എല്ലാവർക്കും അറിയേണ്ട ആഗ്രഹം. എന്തുകൊണ്ട് നിങ്ങൾ വേർപിരിഞ്ഞു? നിങ്ങളെ കാണുന്നത് എങ്ങനെ? നിങ്ങളും ഭർത്താവുമായിട്ട് നല്ല സന്തോഷത്തിൽ, അത് മക്കൾ ഫാമിലി ആയിട്ട് നല്ല സന്തോഷത്തിൽ കഴിഞ്ഞു കൂടുന്ന വീഡിയോകളായിരുന്നു കാണുന്നുള്ളത്. പക്ഷേ നിങ്ങൾ ആ വേർപിരിഞ്ഞ ഭർത്താവിനെ കാണാതിരിക്കുമ്പോൾ ആളുകൾ ചോദിക്കും, എന്ത് പറ്റി, എന്ത് സംഭവിച്ച്? ഒരിത് സ്വാഭാവികമായിട്ടും ചോദിച്ചിരിക്കും. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇങ്ങനെ കമൻറ്റുകളെല്ലാം വരുന്നത്. നല്ല രീതിക്ക് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരോടും, അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ പല രീതിക്ക് വളച്ചൊടിച്ച് അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് റിയാക്ഷൻ ചെയ്ത് ഈ സമൂഹത്തിന് മുമ്പിൽ ദയവ് ചെയ്ത് എൻ്റെ മക്കളെ ഓർത്ത്, എനിക്ക് 5 മക്കളാണ്, അവരുടെ ഭാവി ഓർത്ത് അവരുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഒരു കണ്ടൻ്റാക്കി എടുക്കരുത്. എനിക്ക് നല്ലോണം പേടിയുണ്ട്. പേടിയുള്ളൊരു കാര്യം ആയിരുന്നു അത്. ആരുടെ മുന്നിലും പോയി പെട്ടുകൊടുക്കരുത് എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. ഇപ്പം തന്നെ ഒരുപാട് പേര്, കുറച്ച് പേരെങ്കിലും ഹാഷ്ടാഗ് യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ സങ്കടം വരുന്നു. സിലു ടോക്സ് ഡിവോഴ്സ് കേസ്, സിലു ടോക്സ് ഫാമിലി ഇഷ്യൂ, സിലു ടോക്സ് ഫാമിലി പ്രോബ്ലം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവർ വീഡിയോ ഇടുന്നത്. അതായത് എന്നെ വെച്ച് എൻ്റെ ആ ഒരു സംഭവം അറിയാനുള്ള ആൾക്കാരെ ക്യൂരിയോസിറ്റിയെ മുതലാക്കിക്കൊണ്ട് എല്ലാവരും ഏതൊരാളും വീഡിയോ ചെയ്യുന്നുള്ളത് റീച്ചിനും വേണ്ടിയിട്ട് തന്നെ അല്ലേ? കണ്ടൻറ്റ് കിട്ടുന്നത്, ഏത് കണ്ടൻറ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് നല്ല കണ്ടൻറ്റ് കിട്ടുന്നത് അങ്ങനെയും ചെയ്യുന്നു. പൈസക്കും വേണ്ടിയിട്ട് തന്നെയല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് പിന്നെ നമ്മൾ ഓരോരോ സംസാരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് എന്ത് ഗുണമുള്ള എന്നൊരു